നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. സിംപ്ലിഫൈ 9 into 64⁻⁴ plus 125⁻⁴ the whole cube the whole raised to 1/4. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളതിനെ ഏറ്റവും അകത്തെ ബ്രാക്കറ്റിലുള്ളതിനെ സിംപ്ലിഫൈ ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും അകത്തുള്ള ബ്രാക്കറ്റ് ഏതാണ്? 64⁻⁴ പ്ലസ് 125⁻⁴. പക്ഷേ നിങ്ങൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇതിന് പുറത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വരണം, എന്നാലേ തെറ്റാതിരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ എടുത്തെഴുതുക, എന്നിട്ട് ഈക്വൽ സൈൻ കൊടുക്കുക. എന്തെഴുതാം? 9 into ഇനി ബ്രാക്കറ്റിൽ അകത്തുള്ളതിനെ നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ 64⁻⁴ ആണ്. അപ്പോൾ ഈ 64നെ നമുക്ക് പവർ 3 വരുന്ന രീതിയിൽ എഴുതാനായിട്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 2 കൊണ്ട് ചെയ്താൽ 32, അഗെയിൻ 2, 16, 2, 4, 8, 2, 4, 2, 2 എന്ന് വന്നു. 1, 2, 3, 4, 5, 6, 2⁻6 എന്ന് വന്നു അല്ലേ. നമുക്ക് പവർ 3 വരുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതാ ഇങ്ങനെ പെയറായിട്ട് എടുത്താലോ? പെയറായിട്ടെടുത്താൽ പവർ 3 വരും അല്ലേ. 2 × 2 4, 2 × 2 4, 2 × 2 4. അപ്പോൾ ഇത് 4, ഇത് 4, ഇതും 4. അപ്പോൾ 4⁻3 എന്ന് എഴുതാം. അപ്പോൾ 64നെ നമുക്ക് എങ്ങനെ എഴുതാം? 4⁻3 the whole raised to 1/3 പ്ലസ് ഇനി 125നെ നമുക്ക് എഴുതണം. അപ്പോൾ 125 നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാൻ അറിയില്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക. 25, 5, 5. അപ്പോൾ എന്ത് വന്നു? 5 cube the whole raised to 1/3. അപ്പോൾ പവർ എത്ര ഉണ്ടോ അതെല്ലാം ഇട്ട് കൊടുക്കണം, വലിയ ആൻസർ തെറ്റായിരിക്കും. ഇനി ഇതാ ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അവിടെ ഒരു 1/4 ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുഴുവൻ സ്റ്റെപ്പുകൾ എഴുതി പോവുക. മൊത്തം നമ്പേഴ്സും എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. തെറ്റിപ്പോവും ഇടയ്ക്ക് വരുമ്പോൾ. = ഇനി നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു, 9 അതേപോലെ എഴുതുന്നു. അടുത്ത ബ്രാക്കറ്റ് ഇതിനെ എങ്ങനെ എഴുതാം? a⁻m the whole raised to n is a⁻mn. അപ്പോൾ 3 × 1/3, 4⁻3 × 1/3. അതെന്ത് വരും? 3 × 1/3, 3 × 1/3. 3യും 3യും കട്ടായി പോയിട്ട് 1 വരും. അപ്പോൾ ഇവിടെ 4 പ്ലസ് ഇവിടെ 5⁻3 the whole raised to 1/3. 3യും 3യും കട്ടായി പോയിട്ട് 5 വരും. 5. ഇനി ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. 1/4 = 9 into 5 + 4 9 cube the whole raised to 1/4. അപ്പോൾ എന്ത് വന്നു? 9 × 9 cube the whole raised to 1/4. ഇനി 9 × 9 cube എന്താ? 9 × 9 cube എന്താ? 9⁻4 ആണല്ലേ. 9 cube എന്ന് വെച്ചാൽ 9നെ 3 ടൈംസ് എഴുതുന്നതാണ്. അപ്പോൾ ഒരു 9 ചേർന്ന് 4 ടൈംസ് ആവും. അപ്പോൾ നമുക്ക് 9⁻4 എന്ന് എഴുതാം. അപ്പോൾ ഇത് 9⁻4 the whole raised to 1/4. ഇതിപ്പോൾ ഏത് ഫോമിലായി? a⁻m the whole raised to n, that is a⁻mn. 4ഉം 4ഉം ക്യാൻസലായിപ്പോയി. സോ ആൻസർ ഈസ് 9. കണ്ടല്ലോ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വലുതാണ്, വളരെ പാടാണ് ചെയ്യാനെന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ സ്റ്റെപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പർ പോലും വിടാതെ തെറ്റാതെ എഴുതി വരിക. ഐഡൻറ്റിറ്റിയൊക്കെ യൂസ് ചെയ്യേണ്ടടുത്ത് ചെയ്യുക. ആദ്യം ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ഏതാണോ അത് തൊട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.